നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കമ്പനി നിയമം ലംഘിച്ചതിന് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കും അവരുടെ കമ്പനി എക്സ് ലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡിനും കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ചുമത്തി. ഇതിന്റെ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കമ്പനി നിയമപ്രകാരം രജിസ്റ്റേർഡ് ഓഫീസ് പ്രവർത്തിപ്പിച്ചില്ലെന്നും ROCയെ അറിയിക്കാതെ കമ്പനിയുടെ ആസ്ഥാനം മാറ്റിയെന്നും കാണിച്ച് 2021 ഫെബ്രുവരിയിൽ 2 ലക്ഷം രൂപ പിഴയിട്ടു. വീണയും കമ്പനിയും ഓരോ ലക്ഷം രൂപ വീതം അടയ്ക്കാനായിരുന്നു ഉത്തരവിട്ടിരുന്നത്. രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റിയാൽ 30 ദിവസത്തിനകം ROCയെ അറിയിക്കണമെന്നാണ് നിയമം. നിക്ഷേപകരിൽ ഒരാൾ കമ്പനിയുടെ വിലാസത്തിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസ് മാറ്റിയ വിവരം അറിഞ്ഞത്. ഇയാളുടെ പരാതിയിലാണ് ROC അന്വേഷണം നടത്തിയത്. കോവിഡ് പ്രതിസന്ധിയായിരുന്നു ഈ കാരണമായിട്ട് വീണ വിജയൻ ബോധിപ്പിച്ചത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ രേഖകളിൽ കൃത്രിമം കാണിച്ചതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എക്സ്ലോജി കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും തെറ്റായ വിവരങ്ങളാണ് ഉള്ളതെന്നായിരുന്നു ഏറ്റവും പുതിയ കണ്ടെത്തൽ. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നായിരുന്നു ബംഗളൂരു ROCയുടെ റിപ്പോർട്ട്. എക്സ്ലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനെന്ന ആരോപണവും ശക്തമായി. എക്സ്ലോജിക്കിനും വീണയ്ക്കും കുരുക്കായ ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും രേഖപ്പെടുത്തുകയുണ്ടായി. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ കൃത്രിമം കാണിച്ചെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. 2 വർഷത്തിനിടയിൽ ഒരു ഇടപാട് നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാനാകുന്നത്. എന്നാൽ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സ്ലോജിക്കിന് ഉണ്ടായിരുന്നില്ല. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ നൽകിയത്. 2021 മെയ് മാസത്തിൽ എക്സ്ലോജിക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ROC പരിശോധനയിൽ കണ്ടെത്തി. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടയ്ക്കാനുണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനാവില്ല. നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സ്ലോജിക് നൽകിയ രേഖ. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്കടക്കം നോട്ടീസ് കിട്ടിയത് എക്സ്ലോജിക് മറച്ചുവെച്ചു. ആദായ നികുതിയായി 4 കോടിയോളം രൂപയും അതിന്റെ പലിശയും എക്സ്ലോജിക് അടയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുവെന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങളാണ് വീണയും എക്സ്ലോജിക്കും ഹാജരാക്കിയതെന്നാണ് ആരോപണം. മരവിപ്പിച്ചതിന് ശേഷം സമർപ്പിക്കേണ്ട MSE3 രേഖ ഹാജരാക്കിയതുമില്ല. രേഖകൾ ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സ്ലോജിക്കിനെതിരെയും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന 447, 448, 449 വകുപ്പുകൾ ചുമത്തണമെന്നാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. വീണ വിജയന്റെ കമ്പനിയുടെ രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു ശുപാർശ. വീണ നടത്തിയ ക്രമക്കേടുകൾ പിഴ ശിക്ഷയിൽ ഒതുക്കാവുന്നതല്ലെന്നും പ്രോസിക്യൂട്ട് നടപടികൾ വേണമെന്നുമാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.